ഒരു സെക്കൻഡ്, കേവലം ഒരു സെക്കൻഡ് മതി ഒരു നഗരത്തിന്റെ ചരിത്രം എന്നേക്കുമായി മാറ്റാൻ. ആ ഒരു സെക്കൻഡിനുള്ളിൽ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടേറിയ ഒരു അഗ്നിഗോളം ജന്മമെടുക്കുന്നു. നമുക്ക് ആ നിമിഷത്തിലേക്ക് സഞ്ചരിക്കാം. ഈ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് അല്പം പിന്നോട്ട് പോകാം. 1930കളിൽ ശാസ്ത്രജ്ഞർ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് പിളർത്താൻ കഴിയുമെന്ന് കണ്ടെത്തി. ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രതിഭാസം. ഈ ചെറിയ കണ്ടെത്തൽ പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു സാങ്കേതിക വിദ്യയായി മാറി. ഒരാറ്റത്തിനുള്ളിൽ ബന്ധിക്കപ്പെട്ട ഊർജം കോടിക്കണക്കിന് ആറ്റങ്ങൾ ഒരേ സമയം പിളരുമ്പോൾ പുറത്തുവരുന്നത് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. സ്ഫോടനത്തിന്റെ ആദ്യത്തെ ദശലക്ഷത്തിലൊരു സെക്കൻഡിൽ ഭീമമായ ഊർജം ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് പുറത്തുവരുന്നു. നിമിഷ നേരം കൊണ്ട് ദശലക്ഷക്കണക്കിന് ഡിഗ്രിയിലേക്ക് ഉയരുന്നു. സൂര്യന്റെ കാമ്പിനേക്കാൾ ചൂട്. ഈ താപത്തിൽ ചുറ്റുമുള്ള വായു തന്നെ പ്ലാസ്മയായി മാറുന്നു. ഒരു പുതിയ അവസ്ഥ, അഗ്നിഗോളത്തിന്റെ ജനനം. അടുത്ത നിമിഷങ്ങളിൽ ഈ അഗ്നിഗോളം അതിവേഗം വികസിക്കുന്നു. പ്രകാശത്തിന്റെ ഒരു കുതിച്ചു ചാട്ടം ആദ്യം പുറപ്പെടുന്നു. ഇത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്താൻ പോലും ശേഷിയുള്ളതാണ്. കിലോമീറ്ററുകൾ അകലെ നിന്നു. പിന്നാലെ വരുന്നു താപവികിരണം. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ദൂരെയുള്ള വസ്തുക്കളെപ്പോലും കത്തിക്കാൻ ശേഷിയുള്ളതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദവേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മർദ്ദതരംഗം പുറപ്പെടുന്നു. ഇതാണ് ഷോക്ക് വേവ്. വായുവിനെ കംപ്രസ് ചെയ്ത് ഒരു അദൃശ്യ ഭിത്തി പോലെ മുന്നോട്ട് നീങ്ങുന്നു. ഈ ഊർജം തന്നെയാണ് ആ പ്രശസ്തമായ കൂൺ മേഘം രൂപപ്പെടുത്തുന്നത്. ചൂടായ വായു അതിവേഗം മുകളിലേക്കുയരുമ്പോൾ തണുത്ത വായുവിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. എന്നാൽ ഏറ്റവും അപകടകരമായത് കണ്ണിൽ കാണാത്തതാണ്. സ്ഫോടനത്തോടൊപ്പം അദൃശ്യമായ വികിരണം പുറത്തുവരുന്നു. ഇത് ഉടനടിയും പിന്നീട് ദിവസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. കൂടാതെ സ്ഫോടനത്തിന്റെ ഊർജം ഒരു വൈദ്യുതകാന്തിക സ്പന്ദനവും സൃഷ്ടിക്കുന്നു. ഇത് വൈദ്യുത ഉപകരണങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും തകരാറിലാക്കാം. 1945 ഓഗസ്റ്റിൽ ഈ ശാസ്ത്രം സിദ്ധാന്തത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകമാദ്യമായി ഈ ശക്തിയുടെ യഥാർത്ഥ വില കണ്ടു. ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ നിമിഷ നേരം കൊണ്ട് മാറിമറിഞ്ഞു. ഇന്നും ആ രണ്ട് നഗരങ്ങൾ സമാധാനത്തിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്നു. എന്ത് സംഭവിക്കരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി. ഈ ശക്തി കണ്ടെത്തിയതിനു ശേഷം ലോകം അതിനെ നിയന്ത്രിക്കാനുള്ള വഴികളും തേടി. അന്താരാഷ്ട്ര കരാറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സമാധാന ഉടമ്പടികൾ, ഇവയെല്ലാം ഈ ശക്തിയെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളാണ്. ശാസ്ത്രം നമുക്ക് ശക്തി തന്നു. എന്നാൽ ആ ശക്തി എങ്ങനെ ഉപയോഗിക്കണം എന്ന തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഒരു സെക്കൻഡിനുള്ളിൽ നടക്കുന്ന ഈ ശാസ്ത്രം മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെയും അതേസമയം അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. അറിവ് ശക്തിയാണ്, എന്നാൽ ജ്ഞാനം അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നതാണ്. ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളും അപകടങ്ങളും ഒരുപോലെ അറിയേണ്ടതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.